എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർപേരൂർ ക്ലിപ്തമാണ്. രശ്മി സതീഷാണ് എനിക്കത് അതിനുള്ള വഴി ഒരുക്കി തന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ആസിഫ് അലിയുടെ അമ്മയായിട്ടൊരു ക്യാരക്ടറിന് ഓഡിഷൻ നടക്കുന്നുണ്ട്, ചേച്ചിക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ അതിന് ഓഡിഷന് പോയതാണ്. ഓഡിഷൻ വേണ്ടി വന്നില്ല, രതീഷും റഫീഖും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ആ ചേച്ചിയാണ് ഇത് ചെയ്യണേന്ന്. അങ്ങനെയാണ് ആദ്യത്തെ സിനിമ അത് നടന്നത്. അതേസമയം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഓൾ സെയിൻസിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ആദ്യത്തെ തിയേറ്റർ ഇത് വന്നത്. അത് കോളേജിലെ ഒരു ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഗാലറി ക്ലാസ്സിലിരിക്കുമ്പോൾ പ്യൂൺ ഒരു സ്ലിപ്പും കൊണ്ടുവന്നു, നീരജ ഇസ് വാണ്ടഡ് ഇൻ ദ ഓഫീസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ വെച്ചു, ദൈവമേ ഞാനൊന്നും കുറ്റം ചെയ്തില്ലല്ലോ, എന്തിനാണാവോ എന്ന് വിചാരിച്ചു. ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മലയാളം ലെക്ചറാണ് പ്രസന്ന മിസ്, ചോദിച്ചു, നമുക്കൊരു നാടകം ചെയ്യാനാണ്, നാളെ രാവിലെ പെർഫോം ചെയ്യേണ്ട, അതിൽ ചെയ്തുകൊണ്ടിരുന്ന കുട്ടി പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയി, അപ്പം നീരജയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ നാടകം ചെയ്തിട്ടില്ല ഇതുവരെ. അത് സാരില്ല, നമുക്ക് ഇന്ന് ഫുൾ ഡേ കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കാം, നല്ല എളുപ്പമെന്ന് പറഞ്ഞു. ഡയലോഗ് അങ്ങനെ വെച്ച് പഠിക്കലല്ലായിരുന്നു, നമ്മൾ ചെയ്ത് ചെയ്ത് ചെയ്ത അന്ന് രാവിലെ തുടങ്ങിയത്, ഫസ്റ്റ് പീരീഡ് തൊട്ട് പ്രാക്ടീസ് തുടങ്ങി. പിന്നെ കുറച്ച് മെലിഞ്ഞ് ചെറിയ ട്രൗസർ ഇട്ട് സ്റ്റേജിൽ കയറാൻ പറ്റുന്ന ഒരാളെ വേണമായിരുന്നു. അങ്ങനെയാണ് വിളിക്കാൻ കാരണം സൈസ് ചെറുതായതുകൊണ്ടാണ്. അങ്ങനെ ചെന്നു, പ്രാക്ടീസ് തുടങ്ങി. വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ തറവായി. പിറ്റേ ദിവസം രാവിലെ നാടകത്തിന് വന്നു, സ്റ്റേജിൽ കയറി പിന്നെ ചക്രത്തിൽ ഇങ്ങനെ ഇത് വടി പിടിച്ചിങ്ങനെ സ്റ്റേജിൽ കൂടെ ഓടേണ്ട ആദ്യത്തെ സീൻ വരുന്നതേ അതാ. ഇത് ഓടാൻ സ്റ്റേജിലേക്ക് കയറിയതും പിള്ളേരെല്ലാവരും കൂടെ ചിരിക്കാൻ തുടങ്ങി. അപ്പം എനിക്കിത് അത് എങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യണം ഞാനും ആദ്യത്തെ, പിന്നെ അതോടുകൂടി പെട്ടെന്ന് മനസ്സിലായി എനിക്ക്. അങ്ങനെ നാടകം ചെയ്തു കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പിങ്ക് വാനിൽ കയറിയപ്പം എല്ലാവരും ഇങ്ങനെ പറയണം, ഇതാണ് ആ പയ്യനായിട്ട് ചെയ്ത കുട്ടി, ഇതാണ് ആ പയ്യനായിട്ട് ചെയ്തത്. ഭയങ്കര രസമുണ്ടായിരുന്നു അതിങ്ങനെ കേൾക്കുമ്പോൾ. അത് കഴിഞ്ഞു കോളേജിൽ വന്നു, ഞാൻ നേരെ ക്ലാസ് റൂമിലേക്ക് പോയതാ. അപ്പോൾ ഒരു കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, നീരജയുടെ പേരുണ്ട് നോട്ടീസ് ബോർഡിൽ എന്ന് പറഞ്ഞു. അപ്പം ചെന്ന് നോക്കിയപ്പം ബെസ്റ്റ് ആക്ട്രസ് നീരജ രാജേന്ദ്രൻ, അന്ന് നീരജ എസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ടീച്ചർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയാണ് ഇത് ചെയ്തേ? എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല ടീച്ചറെ, വീട്ടിൽ ഞാനും എൻ്റെ അമ്മൂമ്മയും കൂടിയുള്ള അടിപിടി തന്നെയായിരുന്നു ഇതിനകത്ത്, അത് കാരണം എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. അതേപോലെയായിരുന്നു എനിക്കിപ്പം ആവേശം ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും, ഞാൻ എൻ്റെ കുട്ടികളുടെ ഫ്രണ്ട്സ് തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ അവരെല്ലാവരും വിളിക്കും, അവരെല്ലാവരും ഇവിടെ വരും, ഞാൻ അവരെ വിളിക്കാറുണ്ട്. അതൊക്കെ തന്നെയായിരുന്നു എനിക്ക് ആവേശത്തിൽ ചെയ്തത്. അതുകൊണ്ട് ആവേശത്തിലും അതെ, ഇതേ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഇതുവരെ ഇത്രയൊക്കെ സിനിമ ചെയ്തെങ്കിലും ആവേശത്തിൽ കിട്ടിയ പോലൊരു സ്വീകരണം ഇതുവരെ എനിക്ക് വേറെ ഒന്നിലും കിട്ടിയിട്ടില്ല. അതുവരെയൊക്കെ എല്ലാവരും വൈറസ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും എനിക്കിപ്പോഴും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓൻ ഹാപ്പി അല്ലേ എന്ന് പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ അത് ഇതിനൊക്കെ മുമ്പ് ശരിക്കും പറഞ്ഞാൽ 2000 തിരിച്ചു വന്ന് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള 2 കാര്യങ്ങളായിരുന്നു. പിന്നെ ജ്യോതിഷവും, അത് കല്യാണത്തിൻ്റെ സമയത്ത് തുടങ്ങിയതായിരുന്നു ആ ഇഷ്ടം. എങ്ങനെയാണ് ഇവരിതിങ്ങനെ പറയണേന്നറിയാനായിട്ട്. അതിനനുസരിച്ച് ഒരുപാട് ഇൻസിഡൻസ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ആ ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു, എങ്ങനെ ഇവർ ഇതിങ്ങനെ വെറുതെ ഒരു ഇത് നോക്കിയിട്ട് പറയണേ എന്നുള്ളത്. അപ്പോൾ അത് പഠിക്കണം എന്ന് മോഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള അവസരങ്ങൾ, ഞാൻ റിയാദിലായിരുന്നുകൊണ്ട് ഒന്നും ആലോചിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം തമ്മനം വഴി പോണ സമയത്ത് അവിടെ സുചീന്ദ്ര ഇതിൽ ഒരു ബോർഡ്, ജ്യോതിഷ ക്ലാസ് തുടങ്ങുന്നു, വേഗം പോയി അവിടെ ജോയിൻ ചെയ്തു. ഫസ്റ്റ് ക്ലാസ് അവിടെ പോയി അതിന് ജോയിൻ ചെയ്തു. അങ്ങനെ അവിടെ പഠിക്കാൻ തുടങ്ങിയത് ഞാൻ 2006 വരെ എവിടെയെല്ലാം പഠിക്കാമോ, ഏതൊക്കെ ടീച്ചർമാരുടെ അടുത്ത്, ഗുരുക്കളുടെ അടുത്ത് പഠിക്കാമോ അവിടെ എല്ലാം പഠിച്ചു. പോയി പഠിച്ചു, വന്നു പഠിച്ചു. പിന്നെ ഒരു 10-15 ഗുരുക്കന്മാരുടെ കൂടെ ഞാൻ ജ്യോതിഷം പഠിച്ചു. വാങ്ങാവുന്ന പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചു,
വായിക്കാൻ പറ്റുന്നതൊക്കെ വായിച്ചു, അറിയാൻ പറ്റുന്നതൊക്കെ അറിഞ്ഞു. ഇതൊക്കെയാണെങ്കിലും ഇവരെല്ലാം പഠിപ്പിച്ചതാണോ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അല്ല. ഇതെല്ലാരടുത്തും പഠിച്ചെങ്കിലും ഹരിമേനോൻ സാറ് എന്നെ പ്രോത്സാഹിപ്പിച്ചതുപോലെ മറ്റാരും ജ്യോതിഷത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. സാറ് സാറ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സാറായിരുന്നു. സാറ് മരിച്ചുപോയി. പിന്നെ റേഡിയോ മാംഗോ നീനയുടെ അച്ഛനാണ് ഹരിമേനോൻ സാറ്. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇതിന് പറ്റും, നീ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇതിപ്പം നമ്മൾ ആരോടെങ്കിലും എങ്ങനെ കാശ് വാങ്ങിക്കും, നമ്മൾ അറിയുന്നവരല്ലേ നോക്കാൻ വരുമ്പോൾ, നീ ഒന്നും പറയണ്ട, ഞാനൊരു കഷ്ണം കടലാസിൽ എഴുതി തരാം, നീ ഇരിക്കാൻ പോകുന്നതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു വെച്ചാൽ മതി, ദക്ഷിണ കൊടുത്തിട്ട് വേണം ഇത് ചോദിക്കാൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് ഇതുവരെയും ആരോടും കാശ് പറയേണ്ടി വന്നിട്ടില്ല. അവരെന്താണോ തരുന്നത് അത് വാങ്ങിക്കുക, അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അങ്ങനെ 2006 തുടങ്ങി സിനിമ തുടങ്ങുന്നത് വരെ വളരെ വിപുലമായി തന്നെ രീതിയിൽ ജ്യോതിഷം ചെയ്തിരുന്നു. ഒരുപാട് പേരെ വന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. കൊറോണ കഴിഞ്ഞ പിന്നെ ഞാൻ വീട്ടിലേക്ക് ആരുമില്ല, ഓൺലൈൻ എപ്പോഴെങ്കിലും പറ്റിയാൽ മാത്രം, അതും പഴയ ക്ലയൻസ് ഇപ്പോഴും ഉള്ളവർ ആരെങ്കിലും വിളിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സിനിമ കാരണം സമയം കിട്ടാറുമില്ല, നോക്കാനും പറ്റാറില്ല. അപ്പോൾ അതും എനിക്ക് അതിനെപ്പറ്റിയും കൂടുതൽ അറിയാൻ പറ്റി. എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർപേരൂർ ക്ലിപ്തമാണ്. രശ്മി സതീഷാണ് എനിക്കത് അതിനുള്ള വഴി ഒരുക്കി തന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ആസിഫ് അലിയുടെ അമ്മയായിട്ടൊരു ക്യാരക്ടറിന് ഓഡിഷൻ നടക്കുന്നുണ്ട്, ചേച്ചിക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ അതിന് ഓഡിഷന് പോയതാണ്. ഓഡിഷൻ വേണ്ടി വന്നില്ല, രതീഷും റഫീഖും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ചേച്ചിയാണ് ഇത് ചെയ്യുന്നതെന്ന്. അങ്ങനെയാണ് ആദ്യത്തെ സിനിമ അത് നടന്നത്. പക്ഷേ പുറത്തു വന്ന ആദ്യത്തെ സിനിമ രഞ്ജൻ പ്രമോദിൻ്റെ രക്ഷാധികാരി ബൈജു ഒപ്പ് അലൻസിയറിൻ്റെ വൈഫായിട്ട് ദീപക്കിൻ്റെ അമ്മയായിട്ടാണ്. അതാണ് പുറത്തു വന്ന ആദ്യത്തെ സിനിമ. ഇപ്പോൾ അതിനുശേഷം എനിക്ക് ഇതുവരെ അങ്ങനൊരു വലിയ ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല. ഇതാ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ ആം ഗെയിമിൽ പെപ്പയുടെ അമ്മയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ പിന്നെ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ പിന്നെ ടൈറ്റിൽ ലോഞ്ചായിരുന്നു, അതിനും പങ്കെടുത്തു. അത് തന്നെയാണ് തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റ് നേരത്തെ കിട്ടി തുടങ്ങിയത്. ഞാൻ വായിച്ചു വയ്ക്കും, എൻ്റെ മനസ്സിലൊരു ധാരണ ഉണ്ടാക്കി വെക്കും എന്നല്ലാതെ എനിക്ക് ഡയലോഗ് പെട്ടെന്ന് പറയൽ എളുപ്പമല്ല. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഡയലോഗുകൾ വരുന്നത് ഏറ്റവും കൂടുതൽ വന്നത്, അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ സിങ് സൗണ്ടായിട്ട് പറയേണ്ടി വന്നത് പിന്നെ സന്തോഷത്തിൻ്റെ ഒന്നാം രഹസ്യത്തിലാണ്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറോണ ടൈമിലായിരുന്നു, അധികം ആൾക്കാരില്ല, ഒരു കാറിൻ്റെ ഡാഷിൽ തന്നെ ക്യാമറ വെക്കൂ, അത് അങ്ങനെ ഒറ്റ ടേക്ക് 85 മിനിറ്റ്സിൻ്റെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ മാത്രം ബ്രേക്ക് ചെയ്യരുത്, പറഞ്ഞു തരാനും ആരുമില്ല, സിങ് സൗണ്ടാണ്. അപ്പം ഡോൺ എന്നോട് പറഞ്ഞിരുന്നു, ചേച്ചി നിർത്തരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതെന്നെ ദർശന നല്ലോണം അതിന് മുമ്പ് തന്നെ സ്ക്രിപ്റ്റ് കിട്ടിയതുകൊണ്ട് ദർശന ഹെൽപ്പ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതെങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അത് ഓർമ്മിക്കാൻ എളുപ്പത്തിന് മാറ്റി തന്നത് ദർശനയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റ് നേരത്തെ കിട്ടാറുണ്ട്. അതിൽ കൂടുതലും ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ലൈഫിലത്തെ ക്യാരക്ടേഴ്സാണ് വരുന്നത്. അത് നേരത്തെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഇപ്പം ഇതിനാണെങ്കിലും ഐ ആം ഗെയിമിലാണെങ്കിലും നഹാസ് പറഞ്ഞത്, നമുക്ക് അപ്പം ആ ക്യാരക്ടർ കിട്ടുന്നത് പോലെ ചെയ്താൽ മതി, നേരത്തെ ഒന്നും മനസ്സിൽ കാണണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വലിയ പ്രിപ്പറേഷൻസ് ഇതുവരെ എനിക്ക് ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് കിട്ടുന്നതാണെങ്കിൽ വായിച്ച് ഒരു ധാരണ മനസ്സിലുണ്ടാക്കി വയ്ക്കും, അത്ര തന്നെ. പിന്നെ ഇനിയുള്ളത് എന്താ വെച്ചാൽ നല്ലൊരു ഒറേറ്റർ ആവണം. അതാവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ വലിയൊരു സ്വപ്നമാണ്. അപ്പൂപ്പൻ്റെയും അച്ഛൻ്റെയൊക്കെ പോലെ നന്നായി സംസാരിക്കാനുള്ള അറിവുണ്ടാവണം എന്നുള്ളത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ഇതൊക്കെ വായിച്ചതുകൊണ്ട് കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും അതാണ് എൻ്റെ അടുത്തൊരു വലിയ ഡ്രീം, അതാണ് നന്നായി സംസാരിക്കാൻ പറ്റുക എന്നുള്ളത്. സിനിമ എന്നുള്ളതൊക്കെ അത് വരുന്നത് ചെയ്യുക എന്നുള്ളതിനപ്പുറം വലിയ എനിക്കുള്ളത് എനിക്ക് വരും എന്നുള്ള ഒരു വലിയ ഇതുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞാൻ വലുതായിട്ട് ഡ്രീം ചെയ്യാറില്ല. പക്ഷേ ഇത് വലിയൊരു ഡ്രീമാണ് ഇനി നോക്കിക്കാണുന്നതും അത് തന്നെയാണ്.